സിനിമയുടെ തുടക്കത്തിൽ തന്നെ ഒരു പെൺകുട്ടിയെ ആടിൻ്റെ തലയുള്ള ഒരു സാത്താൻ വന്നിട്ട് വകവരുത്തുന്നതാണ് കാണിക്കുന്നത്. അയാൾ ഇത് എന്തിനു വേണ്ടി ചെയ്യുന്നതെന്നൊന്നും കാണിക്കുന്നില്ല. അതേ കൂട്ടുകാരെ, ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് പുറത്തിറങ്ങിയിട്ടുള്ള ഒരു കിഡിലൻ ഇന്തോനേഷ്യൻ പടമാണ് നമ്മളിന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പോകുന്നത്. ആദ്യമായിട്ടാണ് കൂട്ടുകാർ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അങ്ങനെ ഈ ഒരു പെൺകുട്ടിയെ വകവരുത്തിയതിനു ശേഷം സീൻ കട്ടായി പോകുന്നു. പിന്നീട് കാണിക്കുന്നത് ക്ലീനിങ് തൊഴിലാളികളായിട്ടുള്ള മിറുളിനെയും ഫെൻഡിയെയുമാണ്. ഇവർ രണ്ടുപേരും സാധാരണ ക്ലീനിങ് തൊഴിലാളികളല്ല. എവിടെയെങ്കിലൊക്കെ കൊലപാതകവും മറ്റൊക്കെ നടന്നിട്ടുണ്ടെങ്കിൽ ആ ഒരു വീട് ക്ലീൻ ചെയ്യാനായിട്ട് ഇവരെയാണ് വിളിക്കാറുള്ളത്. പക്ഷേ ഇത്തവണ ഇവർ വണ്ടിയും എടുത്ത് പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് റിപ്പോർട്ട് എടുക്കാൻ മറന്നു. അതുപോലെ തന്നെ വണ്ടിയുടെ ടയർ കുറച്ച് കഴിഞ്ഞപ്പോൾ പഞ്ചറും ആയി. റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ സാധാരണ റിപ്പോർട്ടല്ല. ആ ഒരു വീട്ടിൽ കൊലപാതകം നടന്നിട്ട് ഏത് റൂമിലായിരിക്കും ഈ ഒരു ശവശരീരം കിടന്നത്, എവിടെയാണ് ക്ലീൻ ചെയ്യാനുള്ള എല്ലാ വിവരങ്ങളും ആ ഒരു റിപ്പോർട്ടിലായിരിക്കും ഉണ്ടായിരിക്കുക. വണ്ടിയുടെ ടയർ ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുമ്പോഴാണ് അങ്ങോട്ടേക്ക് ഒരു ലക്ഷറി കാർ വരുന്നത്. അതിൽ നിന്നും ഒരാൾ ഇറങ്ങി വരുന്നുണ്ട്. എന്നിട്ട് നിങ്ങൾക്ക് എന്താ പറ്റിയത്, ടയർ പഞ്ചറായല്ലേ, ഞാൻ സഹായിക്കണോ എന്നൊക്കെ ഇവരുടെ അടുത്ത് ചോദിക്കുകയാണ്. വേണ്ട എന്ന് മിറുൾ പറയുന്നുണ്ട്. ഓൾറെഡി ഞാനിത് മാറ്റിയിട്ട് കഴിഞ്ഞു. എങ്കിലൊക്കെ ഞാൻ പോകുന്നു. ഈ ഒരു സ്ഥലം നിങ്ങൾ ശ്രദ്ധിക്കണം, ഇവിടെ ഭയങ്കര പ്രശ്നമൊക്കെ നടക്കുന്നതാണ്, നിങ്ങൾ സൂക്ഷിച്ചൊക്കെ പോകണം, ഒരുപാട് പാമ്പുകളൊക്കെ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഒരുമാതിരി നോട്ടം നോക്കിയിട്ട് അയാൾ അങ്ങോട്ട് പോയി. വണ്ടിയൊക്കെ റെഡിയാക്കിയതിന് ശേഷം നമ്മുടെ മിറിലും ഫെൻഡി ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു വീടിന്റെ ഫ്രണ്ടിലേക്ക് എത്തിയിട്ടുണ്ട്. ഇത് തന്നെയാണ് സ്ഥലമെന്ന് നമ്മുടെ ഫെൻഡി പറയുന്നുണ്ട്. അപ്പം എന്തായാലും പണി തുടങ്ങാല്ലേ. ആ ഒരു വീട് കാണുമ്പോൾ തന്നെ നമ്മുടെ മിറുളിന് എന്തൊക്കെയോ ഒരു ഇന്നലെ കണ്ട സ്വപ്നത്തിലേതുപോലെയൊക്കെ ഉണ്ടെന്ന് അവൻ പറയുന്നുണ്ട്. വണ്ടിയുടെ ബാക്ക് ഡോർ തുറക്കാനായിട്ട് പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് അങ്ങ് അകലെയായിട്ട് ഒരു പെൺകുട്ടി ഇവനെ തന്നെ നോക്കി നിൽക്കുന്നത് നമ്മുടെ മിറുള് കാണുന്നത്. അവനത് കാര്യമാക്കാതെ ബാക്കിൽ നിന്ന് സാധനങ്ങളൊക്കെ എടുത്ത് പിന്നീട് നോക്കുമ്പോൾ ആ ഒരു പെൺകുട്ടിയെ അവിടെ കാണാനില്ല. അപ്പോഴേക്കും ഫെൻഡി വന്നിട്ട് നീ എന്ത് കാഴ്ച കണ്ടു നിൽക്കുക, നമുക്ക് പണി തുടങ്ങാം. അങ്ങനെ രണ്ടുപേരും ഈ ഒരു മരണം നടന്ന വീട്ടിലേക്ക് കയറി ചെല്ലാണ്. ഇവരുടെ കയ്യിൽ ക്യാമറ അടക്കം എല്ലാവിധ സംവിധാനങ്ങളും ഉണ്ട്. അത് ക്ലീൻ ചെയ്യുന്നതിന് മുമ്പും ശേഷവും ഇവർക്ക് അതൊക്കെ ചിത്രം എടുക്കേണ്ടതായിട്ടുണ്ട്. വീട്ടിനുള്ളിലേക്ക് കയറിയപ്പോൾ തന്നെ അതിരൂക്ഷമായിട്ടുള്ള ഗന്ധമായിരുന്നു. പിന്നെ കറണ്ടും ഇല്ല. അവരവിടുത്തെ ലൈറ്റും മറ്റൊക്കെ ഓണാക്കാൻ നോക്കിയെങ്കിലും ഒന്നും ഓണാവുന്നില്ല. അങ്ങനെ ഇവർ രണ്ടുപേരും കൂടി ചേർന്നിട്ട് വീടിന്റെ മെയിൻ സ്വിച്ച് നോക്കി നടപ്പാണ്. കയ്യിൽ ആ ഒരു റിപ്പോർട്ട് ഇല്ലാത്തതുകൊണ്ട് തന്നെ ഏതൊക്കെ റൂമിലാണ് കൊലപാതകം നടന്നത്, എവിടേക്കാണ് വൃത്തിയാക്കേണ്ടതെന്നുള്ള ഒരു വിവരം ഇവർക്ക് ഇപ്പൊ അറിയില്ല. അങ്ങനെ ഫെൻഡി മുകളിലത്തെ നിലയിലേക്ക് കയറിപ്പോയി അവിടെ നോക്കാനായിട്ട്. നമ്മുടെ മിറിലാണെന്നുണ്ടെങ്കിൽ താഴത്തെ റൂമിൽ പോയിട്ട് അവിടെ ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ എന്തൊക്കെയോ സൗണ്ട് അവൻ കേൾക്കുന്നുണ്ട്. ഇതേ സമയം നമ്മുടെ ഫെൻഡി ആണെന്നുണ്ടെങ്കിൽ ഗോപ്രോ പോലുള്ള ഒരു ചെറിയ കുഞ്ഞൻ ക്യാമറ ഉപയോഗിച്ചിട്ട് അവിടെയൊക്കെ ഷൂട്ട് ചെയ്യുന്നുണ്ട്. അതിനിടയ്ക്ക് ഒരു ഡോറ് അവിടെ സൗണ്ട് കേട്ടിട്ട് അവൻ പോയി നോക്കുന്നുണ്ട്. അവൻ എന്തോ ഒരു കാഴ്ച കണ്ട് അമ്പരന്ന് നിൽക്കുന്നുണ്ട്. അതിനുശേഷം ഫെൻഡിയുടെ അടുത്തേക്ക് അവൻ ഓടി വരികയാണ്. ഇതേ സമയം നമ്മുടെ ഫെൻഡി ആണെന്നുണ്ടെങ്കിൽ അടുക്കളയിലായിരുന്നു ഈ ഒരു വീടിന്റെ മെയിൻ സ്വിച്ചും മറ്റൊക്കെ ഉണ്ടായിരുന്നത്. അതവൻ കണ്ടെത്തിയിട്ട് അത് ഓണാക്കി നോക്കിയെങ്കിലും പക്ഷെ കറണ്ട് ഒന്നും വരുന്നില്ല. അപ്പോഴേക്കും ഫെൻഡി താഴേക്ക് വന്നിട്ട് എടാ മിറിലെ, മുകളിലത്തെ നിലയിലാണ് കൊലപാതകം നടന്നിരിക്കുന്നത്. അപ്പൊ ഞാൻ താഴത്തെ റൂമിലും കണ്ടല്ലോ. അപ്പൊ 2 കൊലപാതകം നടന്നിട്ടുണ്ട്, 2 റൂം നമ്മൾ ക്ലീൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. തലവേദന തന്നെ. എന്തായാലും ആ റിപ്പോർട്ട് എടുക്കാൻ മറന്നത് വല്ലാത്ത കഷ്ടമായിപ്പോയി. അങ്ങനെ ഇവർ മുകളിലത്തെ നിലയിൽ വന്ന് നോക്കുമ്പോൾ അവിടുത്തെ ചുമരിൽ മൊത്തം രക്തമൊക്കെ ആകായി കിടക്കുന്നുണ്ട്. പോരാത്തതിന് അവിടുത്തെ ബ്ലഡ് ആണെന്നുണ്ടെങ്കിൽ ഇപ്പൊ നമ്മുടെ ഫെൻഡി കൈകൊണ്ട് തൊട്ട് നോക്കുകയാണ്. ഇത് 5-6 ദിവസമായി എന്നൊക്കെയല്ലേ പറഞ്ഞിട്ടുണ്ടായിരുന്നേ, പക്ഷെ ഇത് ഏകദേശം 2 ദിവസമായിട്ടുള്ളൂ. ഇപ്പോഴും ഈ ഒരു രക്തം ഭയങ്കര ഫ്രഷ് ആണല്ലോ. ഇതേ സമയം നമ്മുടെ മിറിലാണെന്നുണ്ടെങ്കിൽ അവന്റെ ബോസിനെ വിളിച്ചിട്ട് കാര്യങ്ങൾ അന്വേഷിക്കുകയാണ്. പക്ഷേ റേഞ്ചും ഇല്ല, ഒരു കുന്തവും ഇല്ല. നമ്മുടെ ഫെൻഡി ആണെന്നുണ്ടെങ്കിൽ വീണ്ടും മറ്റൊരു റൂം കണ്ടിട്ട് അങ്ങോട്ടേക്ക് പോയി നോക്കുകയാണ്. എന്നിട്ട് അത് തുറക്കാനായിട്ട് നോക്കിയപ്പോൾ ലോക്ക്ഡ് ആയിരുന്നു. എങ്കിലും അതിനുള്ളിൽ നിന്ന് എന്തോ ഒരു സൗണ്ട് കേട്ടിട്ട് അവൻ അതിന്റെ ആ ഒരു താക്കോൽ ദ്വാരത്തിലൂടെ ഉള്ളിലേക്ക് നോക്കുകയാണ്. ആദ്യം ഒന്നും അവൻ കണ്ടില്ല. പിന്നീട് അവൻ വീണ്ടും തിരിഞ്ഞു നടക്കാനായിട്ട് നോക്കിയപ്പോൾ സൗണ്ട് വീണ്ടും കേൾക്കുന്നു. അങ്ങനെ വീണ്ടും താക്കോൽ ദ്വാരത്തിലൂടെ നോക്കിയപ്പോൾ എന്തോ ഒരു കറുത്ത രൂപം ആ ഒരു റൂമിലുണ്ടെന്ന് അവന് മനസ്സിലായി. അവനാകെ പേടിച്ച് വിറച്ച് അവിടെ വീണ് പോവുകയാണ്. എന്നിട്ട് മിറിലിനെ വിളിക്കാനായിട്ട് ഇപ്പോൾ ഓടുകയാണ്. ഇതേ സമയം നമ്മുടെ മിറിലാണെന്നുണ്ടെങ്കിൽ അവിടെ ഒരു റൂമിൽ കട്ടിലിൻ്റെ അടിയിൽ ഒരു എലി ഇങ്ങനെ ചലച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതെന്താന്ന് അവൻ നോക്കുകയാണ്. അപ്പോൾ എന്തോ ഒരു സാധനം എലി കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അവൻ കൈ എത്തിച്ചിട്ട് അത് എടുക്കുന്നുണ്ട്. നോക്കിയപ്പോൾ അതൊരു മനുഷ്യന്റെ വിരലായിരുന്നു. മാത്രമല്ല അവന്റെ പുറകിലായിട്ട് ഇപ്പോൾ ഒരു പ്രേതം നിൽക്കുന്നുണ്ട്. അവൻ പെട്ടെന്ന് തന്നെ എഴുന്നേറ്റിട്ട് പുറകോട്ടൊക്കെ നോക്കി. പക്ഷെ അപ്പം അവിടെ ആരും ഉണ്ടായിരുന്നില്ല. എന്നിട്ടാണ് അവന്റെ കയ്യിൽ എന്താണെന്ന് അവൻ നോക്കുന്നത്. അത് വിരലാണെന്ന് മനസ്സിലായപ്പോൾ തന്നെ അവനാകെ പേടിച്ച് വിറച്ച് പോവുകയാണ്. ആ ഒരു വിരല് അവൻ അവിടെ തന്നെ ഇട്ടു. അതിൽ മൊത്തം പുഴുക്കളും മറ്റുമൊക്കെ അരിച്ചിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മുടെ ഫെൻഡി അങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. ഇവരെങ്ങനെ അവിടുത്തെ ബാത്റൂം തുറന്നു നോക്കിയപ്പോൾ അതിലൊരു തൂക്കുകയറ്, അതായത് ആരോ അവിടെ ആത്മഹത്യ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ടോട്ടല് 3 കൊലപാതകങ്ങൾ നടന്നിട്ടുണ്ടെന്ന് ഇവർക്ക് മനസ്സിലായി. ഇനി ഒന്നും നോക്കണ്ട, ഇരുട്ടാവണേ മുന്നേ പണി തീർക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഇവരുടെ സാധനങ്ങളൊക്കെ എടുക്കാനായിട്ട് തുടങ്ങി. ഇതേ സമയം നേരത്തെ ഇവൻ കണ്ടിട്ടുണ്ടായിരുന്ന ഒരു പെൺകുട്ടിയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ അതിൻ്റെ അമ്മാമ്മയുടെ അടുത്തേക്ക് പോവുകയാണ്.
എന്നിട്ട് അമ്മാമ്മേ അടുത്ത വീട്ടിൽ കുറച്ച് പേര് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ തന്നെ ഈ ഒരു അമ്മാമ്മയ്ക്ക് നല്ല രീതിയിലുള്ള പേടിയാവുന്നുണ്ട്. നമ്മുടെ മിറുലും ഫെൻഡിയും ആണെന്നുണ്ടെങ്കിൽ അവരുടെ കയ്യിലുണ്ടായിരുന്ന എമർജൻസി ലൈറ്റും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഇപ്പോൾ ഈ ഒരു വീടും മറ്റൊക്കെ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇതെന്തോ ഒരു പെശക് പിടിച്ചിട്ടുള്ള സ്ഥലമാണെന്ന് മിറുലിന് ബോധ്യമായിട്ടുണ്ട്. ഫെൻഡി ആണെങ്കിൽ പാട്ടൊക്കെ കേട്ടുകൊണ്ടാണ് ഈ പണിയും കാര്യങ്ങളൊക്കെ തീർത്തുകൊണ്ടിരിക്കുന്നത്. പെട്ടെന്നാണ് ഒരു റൂമിൽ നിന്ന് ഒരു സൗണ്ട് കേട്ടിട്ട് നമ്മുടെ മിറിൽ അങ്ങോട്ടേക്ക് പോയി നോക്കുന്നത്. പക്ഷെ ഒന്നും തന്നെ അവന് കണ്ടെത്താനായിട്ട് പറ്റുന്നില്ല. അവൻ്റെ പുറകിലൂടെ എന്തോ നിഴലൊക്കെ പോകുന്ന പോലെയൊക്കെ അവന് തോന്നുന്നുണ്ട്. ചിലപ്പോൾ എനിക്ക് തോന്നിയായിരിക്കും എന്ന് വിചാരിച്ചിട്ട് അവൻ ഫെൻഡിയുടെ അടുത്തേക്ക് തന്നെ പോവുകയാണ്. നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു അമ്മാമ്മല്ലേ, പുള്ളിക്കാരുടെ പേര് ലൈല എന്നാണ്. പുള്ളിക്കാരി ഇപ്പോൾ അവിടുത്തെ ഒരു ഉസ്താദിനെ വിളിച്ചിട്ട് കാര്യം പറയാനായിട്ട് നിൽക്കുകയാണ്. പക്ഷേ ഈ ഉസ്താദ് ആണെന്നുണ്ടെങ്കിൽ പ്രാർത്ഥനയിലായിരുന്നു. അതുകൊണ്ട് തന്നെ ഫോൺ അറ്റൻഡ് ചെയ്യാനായിട്ട് പുള്ളിക്കാരന് പറ്റിയിട്ടില്ല. ഫെൻഡിയും മിറിലാണെന്നുണ്ടെങ്കിൽ കുറേ നേരം പണിയെടുത്തതിന് ശേഷം കുറച്ചു നേരം വിശ്രമിച്ചു. ഫെൻഡി വീണ്ടും ഒരു റൂം വൃത്തിയാക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് അവിടുത്തെ മാറ്റ് അവൻ എടുത്തു മാറ്റേണ്ട അവസ്ഥ വരുന്നത്. അങ്ങനെ അത് മാറ്റി നോക്കുമ്പോൾ അവിടെ സാത്താൻ സേവ ചെയ്യുന്ന ആ ഒരു കളവും കാര്യങ്ങളെ, ആ ഒരു സിമ്പിളും കാര്യങ്ങളൊക്കെ അവൻ കാണുകയാണ്. അവനാകെ ഞെട്ടിപ്പോയി. കുറച്ചു നേരം അവൻ അത് തന്നെ നോക്കിയിരുന്നു. എന്നിട്ട് അവിടെ ഉണ്ടായിരുന്ന ഒരു അലമാര തുറന്ന് നോക്കുകയാണ്. ഈ ഒരു അലമാരയിലാണെന്നുണ്ടെങ്കിൽ സാത്താൻ്റെ ഒരുപാട് പ്രതിമകളും വലിയ വലിയ പെട്ടികളും മറ്റുമൊക്കെ തന്നെ ഉണ്ടായിരുന്നു. അവൻ അതിൽ നിന്ന് ഒരു പെട്ടി ഇങ്ങോട്ട് എടുത്തു. ആ ഒരു പെട്ടി ഇപ്പോൾ അവൻ തുറന്ന് നോക്കുകയാണ്. തുറന്നു നോക്കിയപ്പോൾ അതിൽ ഈ ഒരു കളത്തിൽ വെക്കേണ്ടതായിട്ടുള്ള ഒരുപാട് മെഴുകുതിരികളും മറ്റുമൊക്കെ ഉണ്ടായിരുന്നു. ആ പെട്ടിയിലുണ്ടായിരുന്ന ഓരോരോ സാധനങ്ങൾ അവൻ പുറത്തേക്ക് ഇപ്പോൾ വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും താഴെ തട്ടിലായിട്ട് ഒരു പൊതി ഉണ്ടായിരുന്നു. ആ ഒരു പൊതിയിൽ എന്താണെന്ന് അറിയാനായിട്ട് അവന് ഭയങ്കര ആകാംക്ഷയായി. ബാക്കിയുള്ള സാധനങ്ങളെല്ലാം തന്നെ അവിടെ തന്നെ വെച്ചിട്ട് അവൻ കട്ടിലും കയറിയിരുന്നിട്ട് ഈ ഒരു പൊതി അഴിക്കാനായിട്ട് തുടങ്ങി. അതിനുള്ളിലൊരു ബുക്കായിരുന്നു ഉണ്ടായിരുന്നത്, സാത്താന്മാരെ കുറിച്ചുള്ള ബുക്ക്. അത് തുറക്കുമ്പോൾ തന്നെ അവൻ്റെ കൈ മുറിഞ്ഞിട്ട് ആ ഒരു സാത്താൻ്റെ മുഖത്ത് തന്നെ ആ ഒരു രക്തമാവുന്നുണ്ട്. ഫെൻഡി അതൊന്നും കാര്യമാക്കാതെ ആ ഒരു ബുക്ക് തുറന്ന് നോക്കുകയാണ്. അതിൽ ഒരുപാട് തരത്തിലുള്ള സാത്താന്മാരുടെ ഫോട്ടോസും മറ്റൊക്കെ ഉണ്ടായിരുന്നു. അതിന് താഴെയായിട്ട് അതുങ്ങളുടെ പേരും. അവനറിയാതെ ഒരു സാത്താൻ്റെ പേരങ്ങോട്ട് വായിച്ചു. അതോടുകൂടി ആ ഒരു സാത്താൻ ഇപ്പോൾ ഈ ഒരു വീട്ടിലേക്ക് വരികയാണ്. ഇതൊന്നും അറിയാതെ അങ്ങോട്ടേക്ക് നമ്മുടെ മിറുൽ വന്നിട്ട് എന്താടാ ഉണ്ടായി എന്നൊക്കെ ചോദിക്കുന്നുണ്ടെങ്കിലും ഫെൻഡി കാര്യമായിട്ടൊന്നും പറഞ്ഞില്ല. അവൻ ഈ ഒരു കളത്തിൻ്റെ കാര്യങ്ങളൊക്കെ അവന് കാണിച്ചു കൊടുത്തു. പെട്ടെന്നാണ് താഴത്തെ റൂമിൽ നിന്ന് ഒരു സൗണ്ട് കേൾക്കുന്നത്. എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇവർ രണ്ടുപേരും അങ്ങോട്ടേക്ക് പോയി നോക്കുകയാണ്. ഫെൻഡിക്കാണെന്നുണ്ടെങ്കിൽ മനസ്സിൽ നല്ല പേടിയുണ്ട് ഇപ്പോൾ. കാരണം എന്തൊക്കെയോ ആ ഒരു ബുക്ക് കാരണം നടക്കാൻ പോകുന്നുണ്ടെന്ന് അവന് മനസ്സിലായി. പക്ഷേ മിറുലിന് ഇക്കാര്യം ഒന്നും തന്നെ അറിയില്ലല്ലോ. പെട്ടെന്നാണ് വീണ്ടും ആ ഒരു റൂമിൽ നിന്ന് സൗണ്ട് കേൾക്കുന്നത്. ഇവരെങ്ങനെ അത് തുറന്നു നോക്കുകയാണ്. തുറന്നു നോക്കിയപ്പോൾ ഇവർ ഞെട്ടിപ്പോയി. നേരത്തെ ഇവർ വൃത്തിയാക്കിയിരുന്ന ആ ഒരു സ്ഥലത്ത് വീണ്ടും രക്തവും അതുപോലെ തന്നെ ഒരു മൃതദേഹം കിടന്ന പാടും ഇവർ കാണുകയാണ്. നേരത്തെ ഇവർ വൃത്തിയാക്കിയിട്ടുണ്ടായിരുന്നെങ്കിലും ഈ ഒരു പാടോ കാര്യമോ ഒന്നും തന്നെ അവിടെ ഉണ്ടായിരുന്നില്ല. പകരം അവിടെ പുഴുക്കളും രക്തം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ കറക്റ്റായിട്ടുള്ള, അതായത് ഇപ്പോൾ നടന്നതുപോലെയുള്ള ആ ഒരു കാര്യമാണ് അവർ കാണുന്നത്. മുകളിലത്തെ നിലയിൽ പോയി നോക്കുമ്പോൾ അവിടെയും ഇത് തന്നെ അവസ്ഥ. അധികം വൈകാതെ തന്നെ നമ്മുടെ ഫെൻഡി ആ ഒരു ബുക്കിനെ പറ്റിയിട്ടും ഇവിടെ സാത്താൻ സേവ നടത്തുന്നുള്ള കാര്യമൊക്കെ നമ്മുടെ മിറുലിൻ്റെ അടുത്ത് പറഞ്ഞു. എത്രയും പെട്ടെന്ന് നമുക്ക് ഇവിടെ നിന്ന് രക്ഷപ്പെടണം എന്നാണ് ഇപ്പം മിറുൽ പറയുന്നത്. വീണ്ടും ആ വീട്ടിൽ നിന്ന് പല സ്ഥലങ്ങളിലായിട്ട് അപശബ്ദങ്ങളൊക്കെ കേൾക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇവരങ്ങനെ ഓടിപ്പോയിട്ട് പുറത്തേക്കുള്ള വാതിൽ തുറക്കുകയാണ്. പക്ഷേ വാതിൽ തുറക്കാനായിട്ട് നോക്കുമ്പോൾ ഇവരുടെ കൈ ഇങ്ങനെ പൊള്ളുകയാണ്. മിറുലിനെ അപ്പം തന്നെ ദേഷ്യം പിടിച്ചിട്ട് നമ്മുടെ ഫെൻഡിയുടെ കൊങ്ങി കയറി പിടിച്ചേക്കാണ്. നീ ആ ബുക്കിലുള്ളത് എന്തെങ്കിലും വായിച്ചോ, അല്ലെങ്കിൽ അതിലെന്തെങ്കിലും പറഞ്ഞതായിട്ട് ചെയ്തോ, അല്ലെങ്കിൽ ഇങ്ങനെയൊന്നും നടക്കില്ലല്ലോ എന്നൊക്കെ പറയുമ്പോൾ ഫെൻഡി ആണെന്നുണ്ടെങ്കിൽ ഞാൻ അതിലൊരു പേര് വായിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറയാണ്. ഇവർ രണ്ടുപേരും ആകെ പെട്ടിരിക്കുകയാണ്. പുറത്തേക്ക് പോകാനും കഴിയില്ല. ഇനി എന്തായാലും നമ്മൾ രാവിലെ വരെ ഇവിടെ വെയിറ്റ് ചെയ്തേ പറ്റുള്ളൂ. അതുവരേക്കും നമ്മൾ ജീവനോടെ ഉണ്ടാവുമെന്നാണ് ഇപ്പം എൻ്റെ സംശയം എന്ന് മിറുൽ പറയുന്നുണ്ട്. കാരണം പല സ്ഥലങ്ങളിൽ നിന്നും ഇപ്പം പ്രേതങ്ങളെ ഇവർക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. ഇവരങ്ങനെ ഒരു റൂമിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. ആ ഒരു ബുക്ക് എടുത്ത് നോക്കുമ്പോൾ നീ ആ ബുക്ക് അവിടെ തന്നെ വച്ചതെന്നാണ് മിറുൽ ഇപ്പോൾ പറയുന്നത്. ഇതേ സമയം ലൈല എന്ന് പറയുന്ന ആ ഒരു അമ്മാമ്മയാണെന്നുണ്ടെങ്കിൽ രാത്രിയായിട്ടും ആ ഒരു വീട്ടിൽ നിന്നും ആ വണ്ടി പോകാത്തത് കൊണ്ട് തന്നെ ഇപ്പോൾ ആ ഉസ്താദിനെ കാണാനായിട്ട് ആ ഉസ്താദിൻ്റെ വീട്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. എന്നിട്ട് വീണ്ടും അത് തന്നെ നടന്നു എന്ന് പറഞ്ഞിട്ട് ഉസ്താദിൻ്റെ അടുത്ത് ഈ ഒരു വണ്ടീനെ പറ്റിയിട്ടും കുറച്ച് ക്ലീനേഴ്സ് അങ്ങോട്ടേക്ക് കയറിപ്പോയ കാര്യമൊക്കെ ഈ ഒരു ഉസ്താദിൻ്റെ അടുത്ത് പറയുന്നുണ്ട്. മറ്റൊരു വഴിയില്ല എന്ന് കണ്ടപ്പോൾ തന്നെ ഇവർ ഈ ഒരു സാത്താൻ സേവയിലുള്ള ആ ഒരു കാര്യം ചെയ്യാനായിട്ട് തീരുമാനിക്കുകയാണ്. ഇപ്പോൾ ഇവർ വിളിച്ചു വരുത്തിയിട്ടുള്ള ആ ഒരു സാത്താനെ പറഞ്ഞയക്കാനായിട്ട് ഇപ്പോൾ ആ ഒരു കളത്തിന് നടുവിലായിട്ട് നമ്മുടെ ഫെൻഡി കയറിയിരിക്കുന്നുണ്ട്. എന്നിട്ട് ആ ഒരു ബുക്കിലുള്ള കാര്യങ്ങളൊക്കെ അവൻ വായിക്കാനായിട്ട് തുടങ്ങുകയാണ്. അതോടുകൂടിയിട്ട് വാതിലും മറ്റൊക്കെ തകർത്തിട്ട് എന്തൊക്കെയോ ശക്തികൾ അങ്ങോട്ടേക്ക് കയറി വരുന്നുണ്ട്. ഇവർക്കാണെന്നുണ്ടെങ്കിൽ ആകെ പേടിയായി തുടങ്ങി. ഇപ്പോൾ നോക്കുമ്പോൾ
ആ ഒരു സിനിമയുടെ തുടക്കത്തിൽ കാണിച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു പെൺകുട്ടിയെ കൊല്ലാനായിട്ട് ഒരു പ്രേതം വരുന്നത് ഇപ്പം നമ്മുടെ മിറുളിന് കാണാനായിട്ട് പറ്റുന്നുണ്ട്. ചുവന്ന വസ്ത്രം ധരിച്ച ഒരു പ്രേതമായിരുന്നു അത്. മിറുളിനെ വെട്ടാനായിട്ട് ആ ഒരു സ്ത്രീ വന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മുടെ ഫെൻഡിയാണെന്നുണ്ടെങ്കിൽ പാത്രം പോലുള്ള ആ ഒരു സാധനം നിലത്തേക്ക് ഇടുന്നുണ്ട്. അതോടുകൂടിയിട്ട് നമ്മുടെ ഫെൻഡിയും മിറുലും അപ്പം തന്നെ ബോധം കെട്ട് പോവുകയാണ്. പിന്നീട് കണ്ണു തുറന്നു നോക്കുമ്പോൾ ഇവർക്കൊന്നും തന്നെ സംഭവിച്ചിട്ടില്ല. എന്താ നടന്നെന്ന് ഒരു പിടുത്തവും കിട്ടുന്നില്ല രണ്ടുപേർക്കും. അപ്പോഴാണ് താഴത്തെ നിലയിൽ നിന്ന് വീണ്ടും സൗണ്ട് കേൾക്കുന്നത്. ഇവരെങ്ങനെ സ്റ്റെയർ കേസൊക്കെ ഇറങ്ങിയിട്ട് പതിയെ താഴേക്ക് പോയി നോക്കുകയാണ്. കാരണം ഇവിടെ പ്രേതം ഉണ്ടെന്ന് ഇപ്പോൾ ഉറപ്പായി. രണ്ടുപേർക്കും ഇങ്ങനെ മുട്ടിടിച്ചിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഇവർ രണ്ടും കൽപ്പിച്ച് പുറത്തേക്കുള്ള ആ ഒരു ഡോറ് തുറന്നു നോക്കാനായിട്ട് തീരുമാനിക്കുകയാണ്. പക്ഷെ ഡോറ് തുറന്നതും ഇവർ ഞെട്ടിപ്പോയി. ഇവർ മറ്റേതോ ഒരു ലോകത്തേക്ക് എത്തിയിരിക്കുകയാണ്. ആ ഡോറിൻ്റെ അപ്പുറം മൊത്തം കാടുകളാണ് ഇവർക്ക് കാണാനായിട്ട് പറ്റുന്നത്. എന്താ ഈ നടക്കുന്നതെന്ന് ഇവർക്കൊരു പിടുത്തവും കിട്ടുന്നില്ല. പെട്ടെന്ന് തന്നെ ഇവർ ഡോർ അടച്ചിട്ട് വീണ്ടും അകത്തേക്ക് തന്നെ കയറി. പിന്നീട് ഹാളിൽ പോയി നോക്കുമ്പോൾ നേരത്തെ പാട് മാത്രം കണ്ടിരുന്ന സ്ഥലത്ത് ഒരാളുടെ മൃതദേഹം കിടക്കുന്നു. മുകളിലത്തെ നിലയിൽ പോയി നോക്കിയപ്പോൾ അവിടെയാണെന്നുണ്ടെങ്കിലും ഇതേ അവസ്ഥ. ഒരു പെൺകുട്ടിയുടെ മൃതദേഹം അവിടെയും കിടക്കുന്നുണ്ട്. മൂന്നാമത്തെ റൂമിൽ ഇവർ പോയി നോക്കി. അവിടെയാണെന്നുണ്ടെങ്കിൽ ആരോ തൂങ്ങിച്ചത്തതിന്റെ കയറ് മാത്രമല്ല ഉണ്ടായിരുന്നുള്ളൂ നേരത്തെ. ഇപ്പൊ ദേ അവിടെയും ഒരു ശരീരം തൂങ്ങി നിൽക്കുന്നു. ഇത് കണ്ടപ്പോൾ തന്നെ ഇവർക്ക് ആകെ പേടിയായി തുടങ്ങി. പെട്ടെന്ന് ആ ഒരു ശരീരം അവിടെ നിന്ന് അപ്രത്യക്ഷമാവുന്നുണ്ട്. ഇപ്പൊ കയറ് മാത്രമുണ്ട്. നീ ഒറ്റൊരുത്തം കാരണം ഇതൊക്കെ സംഭവിക്കുന്നതെന്ന് പറഞ്ഞിട്ട് മിറിൽ ഇപ്പൊ ഫെൻഡിയെ കുറ്റപ്പെടുത്താനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഫെൻഡി ആണെന്നുണ്ടെങ്കിൽ ഇപ്പൊ പേടിച്ച് കരയാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഞാൻ കാരണമൊന്നുമല്ല, ആ ഒരു ബുക്ക് കാരണമല്ലേ എന്നാണ് അവൻ പറയുന്നത്. പെട്ടെന്നാണ് താഴത്തെ നിലയിൽ നിന്ന് വീണ്ടും ഒരു സൗണ്ട് കേൾക്കുന്നത്. ഇവർ രണ്ടുപേരും അങ്ങോട്ടേക്ക് പോയി നോക്കുകയാണ്. നേരത്തെ ഹാളിൽ കിടന്നിട്ടുണ്ടായിരുന്ന ആ ഒരു മൃതദേഹവും ഇപ്പൊ കാണാനില്ല. ഇപ്പൊ ദേ വീടിന് പുറത്തു നിന്നും സൗണ്ട് കേൾക്കാനായിട്ട് തുടങ്ങുന്നുണ്ട്. ആരോ ഇങ്ങനെ വിളിക്കുന്നത് പോലെ. ഇവർ ജനലിന്റെ അടുത്തേക്ക് പോയി നോക്കിയപ്പോൾ അവിടെ ഒരാൾ തലയിൽ മഴ തറച്ച രീതിയിൽ ഇവരെ തന്നെ ഇങ്ങനെ തുറിച്ച് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ആ ഒരു പ്രേതത്തെ കണ്ടിട്ട് ഇവർ രണ്ടുപേരും ഓടി രക്ഷപ്പെടുകയാണ്. ഇപ്പൊ രണ്ടുപേരും രണ്ട് വഴിക്കായിട്ടുണ്ട്. നമ്മുടെ ഫെൻഡി ആണെന്നുണ്ടെങ്കിൽ ഓടിപ്പോയിട്ട് ഒരു ബാത്റൂമിലേക്കാണ് കയറി ചെല്ലുന്നത്. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് ആ മരിച്ചു പോയിട്ടുണ്ടായിരുന്ന പെൺകുട്ടിയുടെ പ്രേതം വരികയാണ്. എന്നിട്ട് ഇവൻ്റെ നേരേക്ക് ഒരുപാട് രക്തവും മറ്റൊക്കെ ഇവൻ്റെ മുഖത്തേക്ക് ഒഴുക്കിയാണ്. അതൊന്നും കാണിക്കാൻ പറ്റില്ല, അജാതി വയലൻസ് ആണ്. ഈ പ്രേതം പോയി എന്ന് വിചാരിച്ചിട്ട് പതിയെ അവൻ പുറത്തേക്ക് ഇറങ്ങാനായിട്ട് നിൽക്കുമ്പോഴാണ് ആ ഒരു പെൺകുട്ടിയുടെ പ്രേതം ഇവന് നേരെ വരുന്നത്. ഇവൻ ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല അങ്ങനൊരിത്. ഇവനൊന്നും കാണാൻ പറ്റുന്നില്ല. ഇവൻ്റെ മുഖത്തേക്ക് ഒരുപാട് രക്തമായിട്ടുണ്ടായിരുന്നു. ഇതേ സമയം നമ്മുടെ മിറുലിൻ്റെ അടുത്തേക്ക് ആ ഒരു വലിയ ആട്ടിൻ്റെ തല പോലെയുള്ള ആ സാത്താനുണ്ടല്ലോ, അത് വരികയാണ്. അതിനെ കണ്ടപ്പോൾ തന്നെ മിറുലിന് അനങ്ങാൻ പോലും പറ്റാത്ത അവസ്ഥയായി. അവനെ എടുത്തുകൊണ്ട് സ്റ്റെയർ കേസിൻ്റെ താഴേക്കൊക്കെ ഈ ഒരു പ്രേതം ഇടുന്നുണ്ട്. അവിടെ നിന്നും രക്ഷപ്പെട്ട് ഓടിയിട്ടുള്ള നമ്മുടെ മിറുലാണെന്നുണ്ടെങ്കിൽ മറ്റൊരു മുറിയിലേക്ക് എത്തുന്നു. അവിടെ ഇപ്പോൾ അന്തരീക്ഷത്തിൽ ഒരു തുണി ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അത് നമ്മുടെ ഫെൻഡി ആണെന്ന് വിചാരിച്ചിട്ട് അവൻ ആ ഒരു തുണി പൊക്കി വെക്കുമ്പോൾ അതിനുള്ളിൽ ആരുമില്ല. അവിടെയും ഒരു പ്രേതം ഉണ്ടെന്ന് അവന് മനസ്സിലായി. ഇവനങ്ങനെ പേടിച്ച് വിറച്ച് നിൽക്കുമ്പോഴാണ് ഇവൻ്റെ തൊട്ട് പുറകിലായിട്ട് ഒരാൾ വരുന്നത്. അത് മറ്റാരുമല്ല, നമ്മുടെ ഫെൻഡി ആയിരുന്നു. അങ്ങനെ ഇവർ രണ്ടുപേരും ഇവർക്ക് പറ്റിയ എല്ലാ കാര്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എല്ലാം സംഭവിക്കുന്നത് ആ ഒരു ബുക്ക് കാരണമാണ്. നമുക്ക് എങ്ങനെയെങ്കിലും ആ ഒരു ബുക്ക് കത്തിച്ച് കളയണം എന്നാണ് ഇപ്പോൾ ഫെൻഡി പറയുന്നത്. അങ്ങനെ ഇവർ രണ്ടുപേരും കൂടി ചേർന്നിട്ട് ആ ഒരു ബുക്ക് എടുക്കാനായിട്ട് ആ റൂമിലേക്ക് പോകാൻ തീരുമാനിക്കുന്നു. അങ്ങനെ പ്രേതങ്ങളൊക്കെ എവിടെയെങ്കിലും ഉണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് ഇവർ പയ്യെ പയ്യെ പമ്മി ഇപ്പോൾ ആ റൂമിലേക്ക് എത്തി. എന്നിട്ട് ആ ഒരു ബുക്ക് എടുക്കുന്നുണ്ട്. ശേഷം അത് കത്തിച്ച് കളയാനായിട്ട് നോക്കുമ്പോൾ നമ്മുടെ ഫെൻഡിയുടെ കയ്യിലുണ്ടായിരുന്ന ആ ഒരു ലൈറ്ററിലാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ തീ വരുന്നില്ല. എന്തൊരു കഷ്ടമാണെന്ന് നോക്കിയാൽ. ഇവർക്ക് രണ്ടുപേർക്കും ദേഷ്യവും സങ്കടവും ഒക്കെ വരുന്നുണ്ട്. ഇനി എന്ത് ചെയ്യാനായിട്ട് പറ്റും? പെട്ടെന്നാണ് ഒരു പ്രേതം അങ്ങോട്ടേക്ക് വരുന്നത്. ഇവർക്ക് ആദ്യം ഇത് എവിടുന്നാ വരുന്നെന്ന് ഒരു പിടുത്തം കിട്ടുന്നില്ല. ഇവരുടെ തൊട്ട് പുറകിലായിട്ട് കാലൊന്നും നിലത്ത് മുട്ടാതെ ഒരു ചാക്കൊക്കെ മുഖത്തിട്ടിട്ടുള്ള ഒരു പ്രേതം. ഇവർ തിരിഞ്ഞു നോക്കിയപ്പോൾ അതിനെ കാണാനുമില്ല. അങ്ങനെ ഇവരിപ്പോൾ അടുക്കളയിലേക്ക് പോകാനായിട്ട് നിൽക്കുകയാണ്. ഇവരെങ്ങനെ ഇപ്പോൾ ഹാളിലേക്ക് എത്തിയിട്ടുണ്ട്. നമ്മുടെ ഫെൻഡിയുടെ സ്വഭാവത്തിൽ ഇപ്പോൾ ചെറിയൊരു മാറ്റങ്ങൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. മിറിലാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ വീണ് പോകുന്നുണ്ട്. അവൻ അവിടെ നിന്ന് എഴുന്നേറ്റ് നോക്കുമ്പോൾ ഫെൻഡി ആണെന്നുണ്ടെങ്കിൽ ഉറക്കെ ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. അവൻ്റെ കണ്ണുകളൊക്കെ ചോര കളറായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മിറിലിനൊരു കാര്യം മനസ്സിലായി. ഇവൻ്റെ ദേഹത്ത് ഇപ്പോൾ പ്രേതം കയറിയിട്ടുണ്ടെന്ന്. ഉടൻ തന്നെ പ്രേതമായിട്ടുള്ള നമ്മുടെ ഫെൻഡി ഇപ്പോൾ മിറിലിനെ ഉപദ്രവിക്കാനായിട്ട് വരികയാണ്. എന്തോ ഭാഗ്യം കൊണ്ട് മാത്രമാണ് മിറുൽ അവിടെ നിന്നും രക്ഷപ്പെട്ടിട്ട് ഒരു റൂമിലേക്ക് ഓടിക്കയറുന്നത്. എന്നിട്ട് അതിൻ്റെ വാതിൽ അവൻ അടയ്ക്കുകയും ചെയ്തു. അപ്പോഴാണ് തലയിൽ ആ ഒരു മഴ കൊണ്ടിട്ടുണ്ടായിരുന്ന ആ ഒരു പ്രേതം അങ്ങോട്ടേക്ക് വരുന്നത്. നമ്മുടെ മിറുൽ ഒന്നും നോക്കിയില്ല. ദേഷ്യം പിടിച്ച അവനാണെന്നുണ്ടെങ്കിൽ ആ ഒരു മഴ വലിച്ചൂരിയിട്ട് അതുകൊണ്ട് തന്നെ ആ ഒരു പ്രേതത്തെ കീഴ്പ്പെടുത്തുകയാണ്. എന്നിട്ട് അവൻ മഴുമായിട്ട് ഇങ്ങനെ നിൽക്കുമ്പോഴാണ്
അങ്ങോട്ടേക്ക് വീണ്ടും നമ്മുടെ ഫെൻഡി പ്രേതമായിട്ട് വരുന്നത്. മിറുള് പിന്നെ ഒന്നും നോക്കിയില്ല, ആ മഴ കൊണ്ട് തന്നെ ഫെൻഡിയെ തീർത്തു കളഞ്ഞു. തന്റെ കൂട്ടുകാരനെ നഷ്ടപ്പെട്ട അവനാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഫെൻഡിയുടെ മൃതദേഹത്തിന്റെ അടുത്തിരുന്നിട്ട് കരയാനായിട്ട് തുടങ്ങി. എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് രക്ഷപ്പെടണം എന്ന് ഇപ്പൊ മനസ്സിലുറപ്പിച്ച മിറുൽ വളരെ ശ്രദ്ധയോട് കൂടിയിട്ട് ഇപ്പൊ സ്റ്റെയർകേഴ്സ് ഇറങ്ങിയിട്ട് താഴേക്ക് പോവാണ്. പെട്ടെന്ന് തന്നെ ആ ഒരു ആട്ടിൻ തലയുള്ള ഭീകര സത്വം വന്നിട്ട് നമ്മുടെ മിറുലിനെ പിടികൂടുകയും അവനെ ഉപദ്രവിക്കുകയും ചെയ്യുകയാണ്. മിറുൽ ഒരുപാട് തവണ അതിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് ശ്രമിച്ചെങ്കിലും ആ ഒരു സത്വം അവനെ വിടുന്ന ഒരു ലക്ഷണവും കാണുന്നില്ല. ഒടുവിൽ മിറുൽ ആ ഒരു ബുക്ക് ഉപയോഗിച്ചിട്ട് തന്നെ ആ ഒരു ഭീകര സത്വത്തിന്റെ മുഖത്തേക്ക് അടിക്കുന്നു. എന്നിട്ട് അവൻ അവിടെ നിന്നും ഓടി രക്ഷപ്പെടുകയാണ്. അടുക്കളയിലേക്ക് പോയിട്ട് അവൻ തീപ്പെട്ടി തെരയാനായിട്ട് ഇപ്പൊ തുടങ്ങി. പക്ഷെ കിട്ടുന്നില്ല. ആ ഒരു ബുക്ക് എങ്ങനെയെങ്കിലും കത്തിച്ചു കളയണം. പക്ഷെ അപ്പോഴേക്കും വീണ്ടും ആ ഒരു ഭീകരസത്വം വന്നിട്ട് അവനെ ഉപദ്രവിക്കുകയാണ്. മിറുലിന്റെ ദേഹത്തേക്ക് ആ ഒരു ഭീകരസത്വം ഒരു കത്തി കുത്തിയിറക്കാനായിട്ട് പോകുമ്പോഴേക്കും അങ്ങോട്ടേക്ക് ലൈലയും അതുപോലെ തന്നെ ആ ഒരു ഉസ്താദും വരുന്നുണ്ട്. അതായത് ഈ ഒരു ലോകത്തേക്ക് അവര് ഇപ്പൊ വന്നിരിക്കുകയാണ് ഇവരെ രക്ഷിക്കാനായിട്ട്. യഥാർത്ഥത്തിൽ ഇവരുടെ ആത്മാവ് അല്ലെങ്കിൽ ഇവരുടെ തോന്നല് മാത്രമാണ് ആ ഒരു ലോകത്തുള്ളത്. ശരീരം മൊത്തം ഇപ്പോഴും നമ്മുടെ ഭൂമിയിൽ തന്നെ ഉണ്ട്. അങ്ങനെ മിറുലിനെ ഇപ്പൊ രക്ഷിച്ചിട്ടുണ്ട്. എന്നിട്ട് കൂട്ടുകാരന്റെ പേരെന്താണെന്ന് ആ ഒരു ലൈലയും അതുപോലെ തന്നെ ആ ഒരു ഉസ്താദും തിരക്കുന്നു. ഇതേ സമയം ആ മറ്റൊരു ലോകത്ത് നമ്മുടെ ഫെൻഡി ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ കൂട്ടുകാരനായിട്ടുള്ള മിറുലിനെ തെരഞ്ഞിട്ട്. പക്ഷെ ആരെയും അവന് കണ്ടെത്താനായിട്ട് പറ്റുന്നില്ല. പെട്ടെന്ന് തന്നെ ആ ഒരു കൊടൂര സാത്താൻ വന്നിട്ട് ഫെൻഡിയെയും പിടികൂടുന്നു. എന്നിട്ട് ഫെൻഡിയെ ആക്രമിച്ച് കീഴ്പ്പെടുത്തുന്ന ആ ഒരു അവസ്ഥയിലേക്ക് എത്തി നിൽക്കുകയാണ്. ആ ഒരു കത്തി ഉപയോഗിച്ചിട്ട് അവനെ തീർത്ത് കളയാനായിട്ട് ശ്രമിക്കുമ്പോഴേക്കും നമ്മുടെ ഫെൻഡി നോക്കുമ്പോൾ ലൈല എന്ന് പറയുന്ന ആ ഒരു അമ്മാമ്മയാണെന്നുണ്ടെങ്കിൽ അവനെ വാ വാ എന്ന് പറഞ്ഞ് ഇങ്ങനെ വിളിക്കുന്നുണ്ട്. അവരുടെ പുറകിലായിട്ട് ആ ഒരു ഉസ്താദും വന്നിട്ട് എന്തൊക്കെയോ മന്ത്രങ്ങളും മറ്റുമൊക്കെ ചൊല്ലിയിട്ട് ഈ ഒരു പ്രേതത്തെ, ഈ ഒരു സാത്താനെ അപ്പം തന്നെ കീഴ്പ്പെടുത്തുന്നു. ആ ഒരു തക്കത്തിന് ഇവർ 3 പേരും ആ ഒരു ലോകത്തിൽ നിന്ന് രക്ഷപ്പെടുകയും ചെയ്യുന്നു. പെട്ടെന്ന് നമ്മുടെ മിറുൽ ഞെട്ടി ഉണരുന്നു. അവനിപ്പോൾ ലൈല എന്ന് പറയുന്ന ആ ഒരു അമ്മാമ്മയുടെ വീട്ടിലാണുള്ളത്. നമ്മുടെ ഫെൻഡിക്കും ഒന്നും തന്നെ സംഭവിച്ചിട്ടുണ്ടായിരുന്നില്ല. അവനും അടുത്ത റൂമിൽ തന്നെ റെസ്റ്റ് എടുത്ത് ഉറങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ലൈല അമ്മാമ്മയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മുടെ മിറുലിന് ഒരു ചായ ആയിട്ട് വരുന്നുണ്ട്. എന്നിട്ട് എല്ലാ കാര്യങ്ങളും അവർ തുറന്നു പറയുകയാണ്. അത് പണ്ട് തൊട്ടേ ആ ഒരു വീട്ടിൽ അങ്ങനെയൊക്കെയാണ്. അതറിഞ്ഞുകൊണ്ടാണ് ഞാൻ ഈ ഒരു ഉസ്താദിനെയും കൂട്ടിയിട്ട് അങ്ങോട്ടേക്ക് വന്നത്. എന്തോ അള്ളാഹുവിൻ്റെ കൃപയാൽ ഒന്നും നടന്നില്ലല്ലോ, രക്ഷപ്പെട്ടു. ഇവർ ഈ കാര്യങ്ങളൊക്കെ പറയുന്നത് കണ്ടപ്പോൾ നമ്മുടെ മിറുലിന് സംശയമായി. അപ്പോൾ ഒരാഴ്ച മുമ്പല്ലേ ഈ കൊലപാതകങ്ങളൊന്നും നടന്നത്? മോൻ എന്ത് മണ്ടത്തരമായി പറയുന്നത്? ഏകദേശം 10-25 വർഷമായി ആ ഒരു കൊലപാതകങ്ങളൊക്കെ നടന്നിട്ട്. നമ്മുടെ മിറുലാണെന്നുണ്ടെങ്കിൽ അപ്പം ഞെട്ടിപ്പോവുകയാണ്. ഈ ലൈല എന്ന് പറയുന്ന സ്ത്രീയുടെ ബ്രദറും ഭാര്യയുമാണ് അവിടെ താമസിച്ചിട്ടുണ്ടായിരുന്നത്. അവർക്ക് ഈ ഒരു സാത്താൻ സേവയിലും കാര്യങ്ങളിലൊക്കെ ആയിരുന്നു കമ്പം. എന്നിട്ട് അവരുടെ ഫോട്ടോയും കാര്യങ്ങളൊക്കെ നമ്മുടെ മിറുലിന് അവർ കാണിച്ചു കൊടുക്കുന്നുണ്ട്. അത് കണ്ടപ്പോൾ തന്നെ അവൻ്റെ കിളി പോയി. കാരണം ഇവരുടെ വണ്ടി പഞ്ചറായി കിടക്കുമ്പോൾ അങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടായിരുന്ന ആ ഒരു മനുഷ്യൻ അത് ഇവരുടെ ബ്രദറായിരുന്നു. ഏകദേശം 10-25 വർഷം മുമ്പ് മരിച്ചു എന്ന് പറയുന്ന അതേ ബ്രദർ. അയാൾ അങ്ങോട്ടേക്ക് വന്നിട്ട് ഇവരെ 2 പേരെയും ഇഗ്നോട്ടൈസ് ചെയ്തിട്ട് ആ ഒരു വീട്ടിലേക്ക് പോകാനുള്ള അഡ്രസ്സ് പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് ഇവർ ഈ ഒരു വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നത്. അയാളുടെ കൂട്ടത്തിൽ ആ ഒരു ഭാര്യയും ഉണ്ടായിരുന്നു. അതായത് ആ ഒരു ചുവന്ന വസ്ത്രം ധരിച്ചു വന്ന പ്രേതം, അത് പുള്ളിക്കാരൻ്റെ ഭാര്യ ആയിരുന്നു. സാത്താൻ സേവ മൂലം ഇവർ 2 പേരും ഇപ്പം ജീവിച്ചിരിപ്പുണ്ട്. ഇതെല്ലാം തന്നെ ചെയ്യിച്ചത് ഇവർ 2 പേരാണ്. പിന്നീട് കാണിച്ചത് സിനിമയുടെ തുടക്കത്തിൽ കാണിച്ച അതേ സെയിം സീനാണ്. ആ ഒരു ആട്ടിൻ തലയിട്ട ആ ഒരു ഭീകരസത്വം ഒരു പെൺകുട്ടിയെ കൊലപ്പെടുത്തുന്നു. അങ്ങോട്ടേക്ക് ഈ ഒരു ഭീകരസത്വത്തിൻ്റെ അടുത്തേക്ക് അപ്പോൾ ഈ ഒരു 2 ദമ്പതികൾ വരുന്നുണ്ട്. എന്നിട്ട് ആ ഒരു സത്വത്തിൻ്റെ ആ മുഖംമൂടി എടുത്തു മാറ്റുന്നു. അത് മറ്റാരുമായിരുന്നില്ല, നമ്മുടെ മിറുളായിരുന്നു. എന്നിട്ട് അവൻ്റെ തലയിൽ ഒരു ചാക്കും ഇട്ട് കൊടുക്കുന്നുണ്ട്. പോയി ചാവ് എന്നും പറയുന്നു. അങ്ങനെയാണ് അവൻ അവിടെ പോയിട്ട് തൂങ്ങി മരിക്കുന്നത്. ഇതവർ ആ ഒരു പ്രക്രിയ ഇവർ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. പക്ഷേ നമ്മുടെ മിറുളും ഫെൻഡിയും കഷ്ടിച്ച് രക്ഷപ്പെട്ടു. ആ ഒരു ഉസ്താദും ലൈലയും ഉള്ളത് കൊണ്ട് മാത്രം. ഇവർ ഈ ഒരു കാര്യം, ഈ ഒരു നരബലിയും മറ്റൊക്കെ ചെയ്തിട്ടാണ് ഇങ്ങനെ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നത്. സിനിമയുടെ അവസാനത്തിൽ ഒരു പാട്ടൊക്കെ വെച്ചിട്ട് ഈ ഒരു ദമ്പതികൾ ചുമ്മാ ഡാൻസ് ഒക്കെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സീൻ കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ സിനിമ അവസാനിക്കുന്നത്. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഇപ്പോൾ പുറത്തിറങ്ങിയിട്ടുള്ള ഒരു കിടിലൻ ഇന്തോനേഷ്യൻ സിനിമയാണ് നമ്മൾ ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നത്.
വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ആദ്യമായിട്ടാണ് കൂട്ടുകാർ നമ്മുടെ ഈ ഒരു കൊച്ചു ചാനൽ കാണുന്നെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക, ഒരു ലൈക്കും അങ്ങോട്ട് ചെയ്തേക്കുക. കൂട്ടുകാർക്ക് എങ്ങനെയാ ഈ ഇന്തോനേഷ്യൻ ഹൊറർ പടങ്ങളൊക്കെ ഇഷ്ടമാണോ, അതോ സോംബി പടങ്ങളാണോ ഇഷ്ടം? ഏത് തരത്തിലുള്ള സിനിമയാണ് നമ്മുടെ ചാനലിലൂടെ നിങ്ങൾ കാണാനായിട്ട് ആഗ്രഹിക്കുന്നത് എന്നുള്ള കാര്യവും നിങ്ങളൊന്ന് കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതും നിങ്ങൾ സജഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് രേഖപ്പെടുത്താൻ മറക്കരുത്. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. പിന്നെ വേറൊരു കാര്യം കൂടി, നമ്മുടെ സെക്കൻഡറി ചാനലിൻ്റെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് താല്പര്യമുള്ളവർ മാത്രം ആ ഒരു ചാനലൊന്ന് കയറി നോക്കിയേക്കുക. എന്തെങ്കിലും കാരണവശാൽ നമ്മുടെ ഈ ഒരു കൊച്ചു ചാനൽ ഓൾറെഡി ഇപ്പോൾ ഒരു സ്ട്രൈക്ക് കിട്ടിയിട്ടുണ്ട് കോപ്പിറൈറ്റിൻ്റെ. അപ്പോൾ ഇനി 2 സ്ട്രൈക്ക് കൂടി കിട്ടിയാൽ ചിലപ്പോൾ ചാനൽ തന്നെ അടിച്ചു പോകും. അങ്ങനെ ഒരു സാഹചര്യം വരികയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ചാനലിലായിരിക്കും ഞാൻ വീഡിയോ ഇടുക. അല്ലെങ്കിലും ഇടയ്ക്കിടയ്ക്ക് ആ ഒരു ചാനലിലും വീഡിയോ ഇടുന്നതാണ്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവരും നല്ല ഹാപ്പി ആയിട്ടിരിക്കാം. ടാറ്റ, ബൈ ബൈ.